യാതൊരുത്തൻ എൻ്റെ നാമം പ്രേമത്തോടു കൂടി ഉച്ചരിക്കുന്നുവോ, ഞാൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് ഭക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാകുന്നു. എൻ്റെ ജീവിതത്തെപ്പറ്റിയും ലീലകളെപ്പറ്റിയും ആത്മാർത്ഥമായി യാതൊരാൾ പാടുന്നുവോ, അവൻ്റെ മുന്നിലും പിന്നിലും എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഉണ്ടാവുന്നതാണ്. എന്നിൽ ആത്മാർപ്പണം ചെയ്ത ഭക്തന്മാർ ഈ കഥകൾ കേൾക്കുന്ന മാത്രയിൽ സ്വാഭാവികമായും പരമാനന്ദം അനുഭവിക്കും. എന്നിൽ വിശ്വസിക്കുക. യാതൊരുവൻ എൻ്റെ ലീലകളെപ്പറ്റി പാടുന്നുവോ, അവന് ഞാൻ ശാശ്വതമായ ആനന്ദവും നിത്യമായ സംതൃപ്തിയും പ്രദാനം ചെയ്യും. എന്നിൽ സർവമർപ്പിച്ച് വിശ്വാസപൂർവം എന്നെ ആരാധിക്കുന്ന, എന്നെ സ്മരിച്ച് ഹിതമായി ധ്യാനിക്കുന്ന ഭക്തജനങ്ങളെ ഞാൻ ജീവൻ മുക്തരാക്കുന്നു. ലൗകികമായ നേട്ടങ്ങളിലും ലാഭങ്ങളിലുമുള്ള ആഗ്രഹം എൻ്റെ നാമം ഉച്ചരിക്കുന്ന, എന്നെ ആരാധിക്കുന്ന, എൻ്റെ കഥകളെയും ജീവിതത്തെയും സ്മരിക്കുന്ന ഭക്തന്മാരെ ഒരിക്കലും സ്വാധീനിക്കുന്നതല്ല. എൻ്റെ ഭക്തന്മാരെ മരണവക്രത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. എൻ്റെ കഥകൾ ശ്രവിക്കുന്ന മാത്രയിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നു. അതുകൊണ്ട് എൻ്റെ ഈ കഥകളെ ഭക്ത്യാദരത്തോടുകൂടി ശ്രവിച്ച് മനസ്സിരുത്തി അതിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടാൽ അതാണ് ആനന്ദത്തിൻ്റെയും സംതൃപ്തിയുടെയും മാർഗം. ഇത് കേൾക്കുന്നവരുടെ അഹങ്കാരവും അഹംഭാവവും നിർമാർജനം ചെയ്ത് മനഃശാന്തി വരുത്തി സ്ഥിര പ്രതിഷ്ഠമായ ഭക്തിയെ പ്രദാനം ചെയ്ത് ഞാൻ പരമാത്മാവിങ്കൽ ലയിപ്പിക്കുന്നതാണ്. വെറും സായി സായി എന്ന നാമോച്ചാരണം കൊണ്ട് മാത്രം വാചശ്രവണജമായ സമസ്ത പാപങ്ങളും നശിക്കുന്നതാണ്.